തിരികെ എന്ന ആദർശവാക്യത്തോടുകൂടി വാഴത്തോപ്പ് വഞ്ചിക്കവല സെൻറ്റ് മേരീസ് LP സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തപ്പെട്ടു. തുടക്കം മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ച ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെത്തപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒത്തുചേരലാണ് സ്കൂൾ അങ്കണത്തിൽ നടന്നത്. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നായ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ അങ്കണത്തിൽ 2024 ഡിസംബർ 29 ഞായറാഴ്ച ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമ പരിപാടിയിൽ 1966 മുതൽ 2024 വരെയുള്ള വിദ്യാർത്ഥികളും ആദ്യകാല അധ്യാപകരും ഒത്തുചേർന്നു എന്നുള്ളത് ഒരു വേറിട്ട അനുഭവമായി മാറുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്രയും നേരം എൻ്റെ ആദ്യത്തെ പിള്ളേരൊക്കെ ഒന്ന് നോക്കി കാണുമായിരുന്നു. അതായത് 1972 ഞാൻ വരുമ്പോൾ പഠിപ്പിച്ച കുറേ പിള്ളേരുടെ ഇരിപ്പുണ്ട്. എൻ്റെ ആദ്യത്തെ കുട്ടികളെ എനിക്ക് ഒട്ടും മറക്കാനേ പറ്റില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ മുഖം ഒന്ന് വലുതായെങ്കിലും ചെറുതായിരുന്നപ്പോഴത്തെ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കുമായിരുന്നു ഞാൻ. ഇന്നത്തെ ഈ സംഗമത്തിന് മുന്നോടിയായി 600-ൽ പരം പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ ഈ സംഗമത്തിൽ സമൂഹത്തിലുള്ള വിശിഷ്ട വ്യക്തികളെയും ഇതിൽ പങ്കാളികളാക്കി. സ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു സംഗമം ഒരു ധന്യമുഹൂർത്തമായി മാറി. സാധാരണയായി ഏതെങ്കിലും വർഷത്തിൽ പഠിച്ചിറങ്ങിയ ഗ്രൂപ്പുകൾ മാത്രമായിട്ടാണ് റീയൂണിയൻ നടത്തി വരാറുള്ളത്. ഇന്നേ വരെയുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയ ഈ റീയൂണിയൻ ഈ ഒരു പ്രത്യേകത കൊണ്ട് വേറിട്ട് നിൽക്കുകയാണ്. ഈ സ്കൂളിലെ ഉന്നമനത്തിനു വേണ്ടി പ്രതിജ്ഞ ചെയ്തതുപോലെയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം എന്ന് തോന്നിപ്പോകുന്നു. ആദ്യകാല പ്രധാന അധ്യാപകനായ ശ്രീ ജോസഫ് സാർ, വർഗീസ് സാർ, സൽമ ടീച്ചർ, ഏലിക്കുട്ടി ടീച്ചർ, രമണൻ സാർ എന്നിവരുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സദസ്സായി മാറി ഈ റീയൂണിയൻ. നമസ്കാരം. നമ്മുടെ ഈ റീയൂണിയൻ നമ്മൾ LP സ്കൂളിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റീയൂണിയൻ സംഘടിപ്പിക്കുന്നതും കൂടുന്നതും. അതുപോലെ തന്നെ നമ്മൾ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട് സാറേ? ഞങ്ങൾ 3 പേര് വന്നിട്ടുണ്ട്. ടീച്ചർ വരുമെന്നറിയില്ല. നമ്മുടെ ജോസഫ് സാറാണ്, വർഗീസ് സാറ്. സാറേ, ഈ ഒരു റീയൂണിയനെ കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മാറിയിരുന്നത്. ഇത് സൽമ ടീച്ചർ. അപ്പോൾ സാറിനോട് ചോദിക്കാം. ആദ്യമേ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, ഈ റീയൂണിയനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. റീയൂണിയൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഞാനാണ്. രാജുവോട് സംസാരിച്ച് സജ്ജീകരിപ്പിച്ച് നടത്തുന്ന ഒരു കാര്യം. പിന്നെ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശയം പറഞ്ഞത് പുള്ളി കൂടി നടന്ന് സംഘടിപ്പിച്ചു. എന്താണേലും സാറിൻ്റെ ആ ഒരു അഭിപ്രായം വിദ്യാർത്ഥികളായ മറ്റുള്ളവർ നല്ല രീതിയിൽ സംഘടിപ്പിച്ചില്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റൂ. എന്നാലും ഇത്രയും പേരെ വിളിച്ചുകൂട്ടി നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ 600 പേരുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ. അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരു LP സ്കൂളിൽ സാധാരണ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകാറില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുപോലെ തന്നെ കുറേ കാലം ഇവിടെ തന്നെ 36 കൊല്ലം ഇവിടെ തന്നെ സേവനം, കുറച്ച് കാലം പുറത്ത് പോയെങ്കിലും 36 കൊല്ലം ഇവിടെ തന്നെ സേവനം ചെയ്യാൻ പറ്റി. പിന്നെ നിങ്ങളുടെ ഈ റിയൂണിയൻ ഫോൺ ചെയ്ത് തന്നെ അറിയിച്ചിരുന്നു. എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. കാരണം പഴയ പിള്ളേരെയൊക്കെ കുറച്ചൊന്ന് കാണാൻ സാധിക്കുമല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഗുരുനാഥന്മാരെ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാഹചര്യം പലരും നമ്മെ വിട്ടുപോയി, പലർക്കും യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ ഉള്ളവരും ഉണ്ട്. പിന്നെ ഇങ്ങനൊരു പരിപാടി വിളിച്ചപ്പോൾ വരണമെന്ന് നമുക്ക് തോന്നി. അതാണ് ഓടിച്ചാടി വന്നത്. അത് നല്ല കാര്യമാണ്. നിങ്ങൾ ഇത്രയും പേര് അതിൽ സജീവമായിട്ട് നിൽപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതുപോലെ അതേ സന്തോഷമാണ് ഞങ്ങൾക്കും ഉള്ളത്. അതുപോലെ തന്നെ സൽമാ ടീച്ചർ അല്ല ഇവിടെ ഇങ്ങനെ വന്ന് എല്ലാം സംബന്ധിക്കാനായിട്ട് പഴയ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാം. പിള്ളേരൊക്കെ ഒന്ന് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ?
പണ്ടൊക്കെ നല്ല നല്ല പശുവിട്ട് എല്ലാവരും ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് കാണാം. സാറേ നമസ്കാരം. സാറേ, ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഒത്തുചേർന്ന ഒരു മഹാസംഗമമാണ്. അത് എൽ പി നല്ല സ്കൂളിന്റെ റീയൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയറായിട്ട് നടക്കുന്ന ഒരു സംഗമം തന്നെയല്ലേ? മൈ ഹാപ്പി കൺഗ്രാജുലേഷൻ. അപ്പോൾ സാറിന് ഈ റീയൂണിയനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്നൊന്ന് പറയുക. അടുത്ത തലമുറ വരുന്നവർ ഇത് ആവർത്തിക്കണം. ഇത് 87 കണ്ടാണ് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇത് ഓരോ സ്കൂളുകളിലും ഇങ്ങനെ ആവർത്തിക്കാറുണ്ട്. ഒരു ഗുരു ശിഷ്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഗമമായിട്ട് മാറട്ടെ. പ്രത്യേകിച്ച് എൽ പി സ്കൂളിൻ്റെതായ ഒരു സംഗമം വരുമ്പോൾ അതിനൊരു പ്രത്യേകതയും കൂടെ കൂടിയുണ്ട്. ഇവിടെ വെച്ചാണ് അധ്യാപകർ ഓരോ കുട്ടികളുടെ സ്വഭാവങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അത് ഇവിടുത്തെ എൽ പി സ്കൂളിലെ അധ്യാപകർക്ക് മാത്രമേ അത് പറ്റൂ. ഇവിടെ കുട്ടികൾക്ക് കാഴ്ചശക്തിയുണ്ടോ, കേൾവിക്കുറവുണ്ടോ, അതുപോലെ മറ്റ് എല്ലാ വൈകാര്യങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സ്റ്റേജാണ് എൽ പി സ്കൂൾ. ഇങ്ങനെയൊരു സംരംഭം വെച്ച് പുലർത്തിയതിന് ഉണ്ടാക്കി വെച്ചതിന് അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവരും. അപ്പം ഈ എൽ പി സ്കൂളിലെ HM ആണ്. അതെ, ഞാനൊക്കെ പഠിച്ചു പോയ ഒരു സ്കൂളാണ്. 4 വർഷം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ പേരെങ്ങനെയാ? സുമി. എൻ്റെ പേര് സുമി. ഇന്ന് നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള ദിവസമല്ലേ? തീർച്ചയായിട്ടും. എൽ പി സ്കൂളിൻ്റെ റീയൂണിയനാണ് നമുക്കിവിടെ നടക്കുന്നത്. അതെ. അപ്പോൾ ഈ റീയൂണിയനെ സംബന്ധിച്ച് ടീച്ചറിന് ഒരു അനുഭവം ആദ്യമായിട്ട് കിട്ടുന്നതായിരിക്കാം. അതെ അതെ, നമ്മുടെ വെച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മുടെ പഠിച്ച കുട്ടികളുടെ ആണെങ്കിൽ റീയൂണിയനിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ പഠിച്ച സ്കൂളുകളിലും പോകാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 66-ലാണ് ഈ സ്കൂൾ സ്ഥാപിതമാകുന്നത്. 66 തൊട്ട് 25 വരെ ഈ 50 വർഷക്കാലം പഠിച്ച മുഴുവൻ കുട്ടികളും ഇവിടെ വരിക എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല, റെയർ കേസാണ്. തന്നെയല്ല, അത്രയും കാലത്ത് പുറകിലുള്ള അധ്യാപകരെ, അപ്പോൾ എൻ്റെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള അധ്യാപകരെ കാണാൻ സാധിക്കും. ഇവരെയൊന്നും ഒരിക്കലും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ കാണാൻ സാധിക്കുക എന്നുള്ളത് പറഞ്ഞാൽ എത്രത്തോളം സന്തോഷമുള്ളതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും, സംഘാടക സമിതിക്കും, നേതൃത്വം വഹിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ തോന്നിയ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഒത്തുകൂടി കാണാനും എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു. എൽ പി സ്കൂളിലായിട്ടായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു പ്രിൻ്ററും ഈ ടേബിളും ഉൾപ്പെടെ അലുമിനി അസോസിയേഷനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്രോഗ്രാമിലോട്ട് പോകാം. ഇവിടെ വന്നപ്പോൾ കിട്ടുന്ന ഓർമ്മകൾ വളരെ മധുരപൂർണ്ണതായ ഓർമ്മകളാണ്. പണ്ട് കാലത്ത് ഇതിലേക്ക് ഓടിക്കളിച്ചതും താഴ്ത്തു പോയി പാത്രം കഴുകിയ ഓർമ്മകളൊക്കെ വളരെ ഹെയർഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നു. പറഞ്ഞറിയിക്കാൻ മേലാത്ത അത്ര സന്തോഷമുണ്ട് നമുക്കിവിടെ. മോള് പള്ളിയല്ലേ? നമ്മളെല്ലാം ഈ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരുന്നല്ലേ? അത് തന്നെ. മുകളിലോട്ടൊന്നും പോകാം. അപ്പോൾ ഇതിലെ 2 സൈഡിലും കൈവരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൂടെ ഇരുന്ന് ഊർന്നാണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. നിക്കറിന്റെ വിട്ടുപോയതേ കൈവരി ഇപ്പോഴും ഉണ്ട്. ഇത് നേരെ താഴത്തേക്കും ഉണ്ടായിരുന്ന നിക്കറിന്റെ ബാക്കൊന്നും ഇല്ലാതിരുന്ന് തുള പിടിച്ച് ഊർന്നിട്ടേക്കൂടെ അല്ലേ? ശരി കേട്ടോ. ഇപ്പൊ ഓർമ്മകൾ ഇപ്പോൾ എത്തുന്നു. പെരുന്നാളിന്റെ സമയത്ത് ഇവിടെ കയറി വന്ന് മധുരമുള്ള മിഠായികൾ മേടിച്ചതും ഒക്കെ വളരെയേറെ ഓർമ്മകൾ നിറഞ്ഞ നമുക്കെല്ലാം സുപരിചിതമായ പള്ളി. നമ്മൾ പെരുന്നാളൊക്കെ കൂടിക്കൊണ്ടിരുന്നതൊക്കെ വലിയ സ്ഥലങ്ങളാണ്. ഒരു ഏരിയ നമുക്കിവിടെ ഫീൽ ചെയ്തിരുന്നു. നാടകവും ഗാനമേളകളും എല്ലാം നമ്മൾ ആസ്വദിച്ചിരുന്നു. ഒരു രാത്രിയൊക്കെ ചിലവഴിച്ചിരുന്ന സ്ഥലമാണിത്. ഈ സ്കൂളിൽ അന്ന് 4 ഡിവിഷൻ മാത്രം, 250ഓളം കുട്ടികൾ. അന്നത്തെ മാനേജർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു തിരുമേനിയായിരുന്നെന്ന്. പിന്നെ അവിടെ ഈ സ്കൂളിൽ 1ാമത്തെ പേര് ആരാണെന്ന് അന്ന് ഓർക്കുന്നില്ല. അത് എഴുതിയത് ഒരു ഡീക്കണാണ്, ചെമ്മാച്ചനാണ്.
അന്നിവിടെ ഒരു ചെമ്മാച്ചുണ്ട്. ഈ സ്കൂൾ സ്ഥലം വാങ്ങിച്ചത് തൊടുപുഴയുള്ള ഒരച്ഛനാണ്. അച്ഛൻ്റെ വീട്ടുപേരും പേരൊക്കെ ഞാൻ മറന്നുപോയി. അദ്ദേഹം വാങ്ങിച്ചിട്ട് സഭയ്ക്ക് കൊടുക്കുകയത്. ഈ ലേബേഴ്സ് വന്നു, KSE പോലുള്ള സ്റ്റാഫ്, ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റാഫ്, ഇതെല്ലാവരും കൂടി ഏതാണ്ട് 8, 7, 15,000 സ്റ്റാഫ് ഉണ്ടെന്നായിരുന്നു കണക്ക്. അതിലെ കുട്ടികൾ അവിടെയുള്ള മലയാളീസ് വരുമ്പോൾ ഈ സ്കൂള് 70 ആയപ്പോഴത്തേക്ക് 23 ഡിവിഷനായി മാറി. പറഞ്ഞേക്കാലേ എന്നും പറയാനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പൊതുവെ പ്രസംഗിക്കാറില്ല, അതൊരു സത്യമാണ്. പിന്നെ അതിന് അന്നേരം ഒഴിഞ്ഞു മാറാറേ ഉള്ളൂ. അതുകൊണ്ട് അവല്ല, വേറെ ഒന്നുമല്ല. 68 മുതൽ ഞങ്ങളിവിടെയുള്ള ഇപ്പോഴുള്ള കൊച്ചുങ്ങളെല്ലാം ഞങ്ങൾ പഠിപ്പിച്ച പിള്ളേരുടെ പിള്ളേരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അന്ന് 24 ഡിവിഷനുണ്ട്. ഈ അക്ഷരമുത്തശ്ശിക്ക് 60 വയസ്സ് തികയുമ്പോൾ നിങ്ങളിവിടെ എല്ലാവരും ഒത്തുചേർന്ന് നിങ്ങളുടെ ആ ഒരു മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് യാത്ര ചെയ്യുന്ന ഈ നിമിഷത്തിൽ ഞാൻ ഒത്തിരിയേറെ വാചക കസർത്ത് നടത്തി ഞാൻ ഒത്തിരിയേറെ സമയം കളയുന്നില്ല. ചിലരുടെയൊക്കെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട്, ചിലരെ എനിക്ക് അറിയില്ല. ചിലരുടെ പേര് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ചിലരൊക്കെ എൻ്റെ പേര് ഇപ്പോഴും സാർ ഓർക്കുവാണോ, അങ്ങനെ ചിലരുണ്ട്. കുറേ പേരെ അങ്ങനെ കാണാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രിയങ്കരനായ നമ്മുടെ റീയൂണിയൻ മെമ്പർമാരെ രാജേഷും ബാബു സാറും ചേർന്നാണ് അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത്. എനിക്കിവിടെ വരിക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. ഞാൻ പലപ്പോഴും ഈ ചെറുതോണി വഴി കടന്നു പോകാറുണ്ട്. ഇവിടെ സ്കൂളിൽ വന്നില്ലെങ്കിൽ ഞാൻ താമസിക്കുന്നത് ചേലച്ചോടാണ്. അതുകൊണ്ട് എനിക്ക് ചെറുതോണി വഴി കടന്നു പോകാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വേണ്ടി കടന്നു പോകാൻ കട്ടപ്പനയ്ക്കോ പൈനാങ്ങിനോ പോകാനൊക്കെ ആയിട്ട് ഇത് വരാറുണ്ട്. 1966 ഞാൻ ഈ സ്കൂളിൽ വരുമ്പോൾ ഈ സ്കൂളിലൂടെ ഇല്ല. അന്ന് ഈ സ്കൂളിലേക്ക് ഒരു വഴിയില്ല, നേരിയമ്മങ്ങര റൂട്ടിലേക്ക് പോകുന്ന റോഡില്ല, കട്ടപ്പനയ്ക്ക് പോകാൻ വഴിയില്ല. ഈ സ്കൂള് അന്ന് തുടങ്ങിയത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് മുള ചതച്ച തൈതൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പ്രേരണ നൽകിയ ഈ സ്കൂളിലെ ആദ്യകാല ഹെഡ് മാസ്റ്ററും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ ജോസഫ് സാർ, കമ്പ്യൂട്ടർ സ്പോൺസർ ചെയ്ത ഷാനവാസിക്ക, പ്രിൻ്റർ വാങ്ങിത്തന്ന ദീപു, കസേര വാങ്ങിത്തന്ന ഡെസി ചേച്ചി, പൊന്നാട സ്പോൺസർ ചെയ്ത സുധീഷ്, അതോടൊപ്പം മറ്റ് സാമ്പത്തിക പിന്തുണ നൽകിയ 1966 മുതലുള്ള എല്ലാ LP സ്കൂൾ സ്റ്റുഡൻസ് എല്ലാവരുടെയും, പ്രത്യേകിച്ച് അലുമിനി അസോസിയേഷൻ്റെ
എല്ലാം ഒരു വിജയമാണിത്. പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിൽ സമ്പൂർണ്ണ മനസ്സുകൊണ്ടും നിറസാന്നിധ്യം കൊണ്ടും വേദിയും സദസ്സും അലങ്കരിച്ച എല്ലാ ഗുരുക്കന്മാർക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കും അതേപോലെ സദസ്സിൻ്റെ ശക്തി കൂട്ടുവാൻ കൂട്ടായി വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ വിജയം അർഹതപ്പെട്ടതാണ്. ഏകദേശം 200-ന് മേലെ ആളുകൾ, അതായത് ഭൂരിഭാഗവും 1966 മുതലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത റീയൂണിയൻ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. പഴയകാല അധ്യാപകരും പഴയകാല കുട്ടികളും പരസ്പരം കണ്ടുമുട്ടുന്ന ധന്യനിമിഷത്തിന് സാക്ഷിയായി ഈ പ്രോഗ്രാം. പൂർവ്വ അധ്യാപകരെ, നമുക്ക് കഞ്ഞി വെച്ച് തന്ന നമ്മുടെ സ്കൂളിലെ അമ്മമാരെ, ആദ്യമായി 1966-ൽ ഈ സ്കൂളിൽ കാലെടുത്ത് വെച്ച ഈ സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളെ, ഇവിടെ പഠിപ്പിച്ച മറ്റധ്യാപകരെ എല്ലാവരെയും ബഹുമാനിച്ച് ആദരിച്ചു. സ്കൂളിന് വേണ്ടി കമ്പ്യൂട്ടർ, ടേബിൾ, പ്രിൻ്റർ, UPS, ചെയർ എന്നിവ സംഭാവന ചെയ്യുവാനും സാധിച്ചു. പാട്ടും ഡാൻസുമൊക്കെയായി വളരെ ഭംഗിയായി പ്രോഗ്രാം നടത്തപ്പെട്ടു.